ഓരോ വർഷവും തറവാട്ടിൽ നടക്കുന്ന സർപ്പം തുള്ളൽ വെള്ളുവനാട്ടുകാരുടെ പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വേരുകളോടുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നു എന്നതാണ് വിശ്വാസം. പുള്ളുവർ സമുദായത്തിലുള്ളവരാണ് ഈ ചടങ്ങ് നയിക്കുന്നത്. സർപ്പരൂപത്തിലൊരുക്കുന്ന നാഗക്കളം, പുള്ളുവൻ കുടം, വീണ എന്നിവയുടെ അകമ്പടിയോടെ സർപ്പപ്പാട്ടുകൾ പാടിയാണ് തുള്ളൽ നടക്കുന്നത്. ഇതാണ് കേട്ടോ തുള്ളലിൻ്റെ ചെറിയൊരു ഐതിഹ്യം. നമ്മുടെ നാട്ടിൽ പാലക്കാടൊക്കെ എല്ലാ വീടുകളിലും സാധാരണയായിട്ട് തുള്ളൽ നടക്കാറുണ്ട്. എല്ലാ വീടുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വീട്ടുപേരിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ സർപ്പക്കാവ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് കേട്ടോ തുള്ളൽ നടക്കുക. സാധാരണ വേനൽക്കാലത്താണ് തുള്ളൽ നടക്കുക. അപ്പോൾ കുടുംബത്തിലെ കാർന്നവർ പോയിട്ട് ഒരു ദിവസം കുറിച്ചിട്ട് വരും. അതായത് നല്ല ദിവസം നോക്കിയിട്ട് വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ദിവസം കുറിച്ചിട്ട് വരും. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് നമ്മൾ വ്രതശുദ്ധിയോടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. പണ്ടൊക്കെ സാധാരണയായിട്ട് ഒരു ദിവസം തന്നെ 3 കളം തുള്ളലുകളാണ് നടക്കുക. ഇപ്പം അതൊക്കെ പോയി ഒരു കളമൊക്കെ നടക്കുന്ന രീതിക്ക് ആയിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ വീട്ടിലും ഒരു കളം തുള്ളലേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു ദിവസം രാത്രി മൊത്തം, അതായത് പിറ്റേന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ വരെ ആയിരിക്കും ഈ 3 കളം തുള്ളലുണ്ടെങ്കിൽ തുള്ളൽ കഴിയാൻ വേണ്ടിയിട്ട്. തുള്ളലിൻ്റെ മുന്നേ ആയിട്ട് ഒരു 7 ദിവസം മുന്നേ ഞാൻ തോന്നുന്നു പുള്ളുവർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കുറ്റിയടിക്കുകയൊക്കെ ചെയ്യും. അതായത് ഈ തുള്ളലിൻ്റെ അമ്പലം കെട്ടുന്ന വിധത്തിൽ, അതായത് ഇപ്പം ഞാൻ ഫോട്ടോയിൽ കാണിക്കാം, അതുപോലെ നമ്മളിങ്ങനെ വാഴത്തണ്ട് കൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കും. അതുപോലെ തന്നെ തുള്ളൽ ദിവസം രാവിലെ തന്നെ പുള്ളുവരും ഫാമിലിയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് പാട്ടൊക്കെ വെച്ച് ഈ നാഗങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ തന്നെയാണ് കേട്ടോ സ്പീക്കറിൽ വെക്കുന്നുണ്ടാവുക. പന്തലൊക്കെ ഇട്ടുണ്ടാവും. അന്ന് ദിവസം സദ്യ ഉണ്ടാവും. നാട്ടിലൊക്കെ ഉള്ള ആളുകൾ കാണാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി വരുവേ. ഈ കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ തുള്ളലുണ്ടായിരുന്നത്. അപ്പോൾ തേഴ്സ്ഡേ തന്നെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലേറ്റീവ്സും കസിൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കാണാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമാണ് കേട്ടോ ഈ തുള്ളലൊക്കെ. ഈ തുള്ളൽക്കളം വരയ്ക്കാനുള്ള പൊടികളൊക്കെ പണ്ടൊക്കെ തറവാട്ടിൽ അരച്ചും പൊടിച്ചും ഒക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴൊക്കെ പുള്ളുവന്മാർ തന്നെ കൊണ്ടുവരാറുണ്ട്. എല്ലാ ഒരുക്കവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആയിട്ട് കളംപൂജ ഉണ്ടായിരിക്കും. അപ്പോഴും അവർ ആ പുള്ളുവൻ വീണയിൽ ഇങ്ങനെ പാടി അതുപോലെ തന്നെ കാരണവരായിരിക്കും കേട്ടോ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടാവുക. വീട്ടിൽ മേമയൊക്കെ ഈ കളംപാട്ടിൻ്റെ സമയത്തേ തുള്ളാൻ തുടങ്ങും. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ പുള്ളുവൻ പാട്ട്, അതിൻ്റെ ആ സ്മെല്ല്, പൊടികളുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ കുരുത്തോലയും വിളക്കൊക്കെ ഉപയോഗിച്ചുള്ള ഡെക്കറേഷൻസൊക്കെ കുറവുള്ളത് ഒരു കളം തുള്ളലായതുകൊണ്ടാണ്. ഇതുപോലെ കവറിൽ നമുക്ക് ഇപ്പോൾ എല്ലാ പൊടികളും വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. ഈ വെള്ളമുണ്ട് കൊടുത്ത് പൂജ ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ വല്യച്ഛൻ, അതായത് അച്ഛൻ്റെ ചേട്ടൻ. അപ്പോൾ കാർന്നവരുടെ സ്ഥാനത്ത് നിന്ന് വല്യച്ഛനാണ് പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവരെ വിളിക്കുക കളത്തുക്കമ്മൽ എന്നാണേ. കൂടെ നിന്ന് വല്യച്ഛന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് പുള്ളുവർ സംഘത്തിലെ തലവനാണ് കേട്ടോ രാജേട്ടൻ. രാജേട്ടനാണ് പാട്ടൊക്കെ മിക്കവാറും പാടാറുള്ളത്. ഇതൊക്കെയാണ് കളം വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പൊടികൾ. പച്ച കളറിന് വേണ്ടിയിട്ട് മഞ്ചാടിയുടെ ഇല പൊടിച്ചത്, മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിച്ചത്, ചുവപ്പ് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ചുണ്ണാമ്പും മിക്സ് ചെയ്തത്. പക്ഷേ ഇത്തവണ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കളർ കുങ്കുമങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ലൈറ്റ് കളേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇവർ ഈ കളം വരയ്ക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതിനൊരു കഴിവ് തന്നെ വേണം. കൂടാതെ അടയ്ക്ക, വെറ്റില, ഇളനീര്, തേങ്ങ, പിന്നെ പൂക്കുല, തെങ്ങിൻ പൂക്കുലയും വേണം. അതുപോലെ തന്നെ അടയ്ക്ക മരത്തിൻ്റെ പൂക്കുലയും വേണം. പിന്നെ തെച്ചിപ്പൂ, തുളസിപ്പൂ, അതുപോലെ തന്നെ അലറിപ്പൂ, അങ്ങനെ ഒരുപാട് പൂക്കളുമൊക്കെ ഇവർ ലിസ്റ്റ് തരും കേട്ടോ. നമ്മൾ ശേഖരിച്ച് വെക്കണം. തുള്ളൽ ദിവസം തലേ ദിവസം മുതൽ തന്നെ നമ്മൾ തറവാട്ടിലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പൂക്കളൊക്കെ നേരാക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓരോ പണികൾ, സദ്യക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാവരും വ്രതശുദ്ധിയോടെ ആണെങ്കിലും ഇതിൽ മെയിനായിട്ട് 2 കന്യകമാരുണ്ടായിരിക്കും. അതായത് 2 പെൺകുട്ടികൾ. അവർ കുറച്ചും കൂടി ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടാവും. അവരായിരിക്കും കേട്ടോ തുള്ളൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളത്തിലിരിക്കുന്നുണ്ടാവുക. സാധാരണ രാവിലെ തന്നെ പുള്ളുവർ ഫാമിലിയൊക്കെ എത്തലുണ്ട്. പക്ഷേ ഇത്തവണ ഒറ്റക്കള ആയതുകൊണ്ട് തന്നെ അവരൊരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എത്തിയത്. അത് കഴിഞ്ഞ് അവരുടെ പണികളും കുറേ പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ്, അതായത് ഈ കുരുത്തോല ഉണ്ടാക്കലും പൊടികൾ മിക്സ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കളം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. കളമൊക്കെ വരഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ കളം പൂജ തുടങ്ങും. കളം പൂജ സമയത്തൊക്കെ എല്ലാ ഫാമിലി മെമ്പേഴ്സും തൊഴുകാനും അതുപോലെ തന്നെ ഇവരെ കൂടെ ഇങ്ങനെ എന്താ പറയുക താലമൊക്കെ എടുത്ത് പോകാനും ഒക്കെ കൂടെ ഉണ്ടാവും കേട്ടോ. രാവിലെ മുതലേ നമ്മൾ അവിടെ ആണെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈ കളം പൂജ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും വീട്ടിലൊക്കെ പോയി കുളിച്ച് റെഡിയായി വരും കേട്ടോ.
കളംപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുതായി സദ്യയൊക്കെ തുടങ്ങും. അതായത് കഴിക്കാനുള്ള, നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ടാവും, വീട്ടുകാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് തുള്ളൽ തുടങ്ങുക. ഇതുകൂടാതെ തുള്ളൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പുള്ളുവന്മാരുടെ വകയായിട്ട് ഒരു മുറമുഴിച്ചിലുണ്ടായിരിക്കും. അതായത് മുറവും പന്തവും യൂസ് ചെയ്തിട്ട് അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യും. അത് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായില്ല. താലം പിടിച്ച് പോകുമ്പോഴേ ആളുകൾ തുള്ളാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ, അതായത് തുള്ളുക എന്ന് പറയുമ്പോൾ ഇവർ ഈ സർപ്പത്തിൻ്റെ രൂപത്തിൽ കൈയൊക്കെ പിടിച്ച് ഇഴഞ്ഞിട്ടും, അതുപോലെ തന്നെ ഇവരപ്പോഴേക്കും ഒരു സർപ്പമായി മാറുന്ന പോലെയാണ് കേട്ടോ ഇവർ പിന്നീട് അവിടുന്ന് ഇഴഞ്ഞിട്ടൊക്കെയാണ് അടുത്തേക്കൊക്കെ വരിക. ആ ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചെറുപ്പം മുതലേ നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ കാണുന്ന ഈ ഒരു കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ അതെന്നും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, കസിൻസൊക്കെ കുറച്ച് പേർക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് കേട്ടോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ണുള്ള ചിരട്ടയുടെ ആ കണ്ണ് ഭാഗം തുറന്നിട്ടാണ് കേട്ടോ ഇവർ ഈ പൊടിയൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഇവർ വന്നപ്പോൾ ഇവരുടെ കയ്യിൽ ചെറിയ അരിപ്പ ഉണ്ടല്ലോ, നമ്മൾ ചായയൊക്കെ അരിക്കുന്നത്, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ. സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നേ. അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി വീണ്ടും തുള്ളൽ തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്തി. ഇതിങ്ങനെ പൂജിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ കന്യകമാരെ അതിനുള്ളിൽ കൊണ്ടിരുത്താൻ പോകുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കളം തൊഴുകാനും ഒക്കെ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളെല്ലാവരും ഇതിൻ്റെ ഒപ്പമാണല്ലോ. ഇത്തവണത്തെ കന്യകമാർ ഇതാണ് കേട്ടോ. ഇവർ കഴിച്ചിട്ട് പോയി കുളിച്ചിട്ട് വരുവേ. കാരണം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇവർക്കും കളം ഒഴിയാനും അങ്ങനെ കുറേ പൂജയൊക്കെ ഇവർക്കും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറുതിനെ എന്ത് ചെയ്യും എന്നുള്ളതിലാണ് കേട്ടോ അവളുടെ അച്ഛമ്മ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. എത്രയൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തുള്ളൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തുള്ളിയവരുണ്ടല്ലോ, അവർ നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു പേടിയാവേ. ഇത്തവണ എനിക്ക് അത്യാവശ്യം നല്ലോണം പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം ഈ കളത്തിലിരുന്ന് തന്നെ അനിയത്തിയാണ്, അവളതിനൊക്കെ വന്ന് പിടിച്ച് മേമയൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ബാക്കിലോട്ട് പോയിരിക്കുമായിരുന്നു, ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പേടിച്ച് മാറിയിരിക്കുകയായിരുന്നേ. ഇവർ തുള്ളിക്കഴിഞ്ഞിട്ട് പാട്ടൊക്കെ നിർത്തി കഴിയുമ്പോൾ ഇവരോട് ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട്, തുള്ളൽ ഇഷ്ടമായോ? അതായത് ഇപ്പോൾ അവർ ദൈവങ്ങളാണെന്നുള്ളതിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തൃപ്തിയായോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കും. അപ്പോൾ അവരില്ല, ഇനിയും കൊട്ടണം, ഞങ്ങളുടെ ആൾക്കാർ വരാനുണ്ട്, ഇനി 2 പേരും കൂടി വരാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ. ഈ ഒരു ഒറ്റക്കളം കഴിയാൻ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളി കഴിഞ്ഞിട്ട് അടുത്ത കളമൊക്കെ വരച്ചിട്ട് വേണം കേട്ടോ രണ്ടാമത്തെ കള ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ പിറ്റേന്ന് രാവിലെ 8 മണിയൊക്കെ ആവും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള എന്ത് പരിപാടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് എൻ്റെ അച്ഛനെയാണ് കേട്ടോ മിസ് ചെയ്യുക. എനിക്ക് അച്ഛൻ ഈ പണ്ട് ഇപ്പോഴും ഈ ഒരു തത്തമ്മേനെ ഉണ്ടാക്കി തരുമായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ പോയതിന് ശേഷം നമ്മുടെ അവിടെ ക്ലീൻ ചെയ്ത് എത്തിയപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ.